ഹലോ, വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ടേബിൾ ഒന്ന് മേക്ക് ഓവർ ചെയ്താലോ? പിൻട്രസ്റ്റ് വൈബ് തന്നെ പിടിക്കാം. പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ടേബിളിൻ്റെ അത്ര ഒന്നും വരില്ലെങ്കിലും നമ്മുടെ മനസ്സിന് ചെറുതായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ടേബിൾ. ഫസ്റ്റ് ഞാനൊരു ഷീറ്റ് വിരിക്കുകയാണ് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് ഞാനൊരു വൈറ്റ് ക്ലോത്താണ് കേട്ടോ ടേബിളിൽ ഇട്ടത്. പിൻട്രസ്റ്റിൽ ഭൂരിഭാഗം ടേബിളുകളും വൈറ്റ് പിങ്കും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ എളുപ്പം കിട്ടുന്നത് വൈറ്റ് കളർ ക്ലോത്ത് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ക്ലോത്താണ് കേട്ടോ വിരിച്ചത്. അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കാം നമുക്ക്. നെക്സ്റ്റ് വാളിൽ ഒട്ടിക്കാനായിട്ട് കുറച്ച് പാറ്റേൺസ്, കോഡ്സ്, അതുപോലെ തന്നെ സ്റ്റിക്കറൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. എല്ലാം കളർ ഫോട്ടോസ്റ്റാറ്റാണ് കേട്ടോ എടുത്തത്. ഇതും ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഡൗൺലോഡ് ചെയ്ത് കളർ ഫോട്ടോസ്റ്റാറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യൂട്ട് വാൾ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഒരുപാട് വരും. നമുക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. പിന്നെ അത് വാളിലേക്ക് നമ്മുടെ ഒരു മനസ്സിന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ വച്ച് നോക്കുന്നുണ്ട്, എവിടെ വെച്ചാലാണ് ഭംഗിയാവുക, അത് എനിക്ക് എങ്ങനെയാണ് ഇഷ്ടമാവുക എന്നുള്ള രീതിയിൽ ഞാനത് വച്ച് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കോഡ്സൊക്കെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് ബട്ടർഫ്ലൈയുടെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പേസ് ഞാൻ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്വന്തമായിട്ട് തന്നെ ഒരു പെറ്റ് ബോർഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൺലൈനിലൊക്കെ ഒരു 10,000-3000 രൂപയിൽ കൂടുതലാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കാർഡ് ബോർഡിൽ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ടേബിളിന് പറ്റിയ സൈസിലുള്ള കാർഡ് ബോർഡ് എടുക്കാം. അതിന് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് വരച്ച് ഓരോ പോയിന്റിൽ നമ്മൾ ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഹോളിട്ടതിന് ശേഷം ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ A4 ഷീറ്റ് പേപ്പർ വെച്ചിട്ട് നമുക്കത് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ A4 പേപ്പറാണ് 2 പേപ്പർ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പെറ്റ് ബോർഡ് ഓക്കെ. അത് എൻ്റെ ടേബിളിന് അനുയോജ്യമായ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെട്ടമുള്ളടത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോളിട്ട ഭാഗങ്ങൾ നമുക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണാം. അതിലൂടെ വീണ്ടും ഹോളിട്ട് കൊടുക്കാം കേട്ടോ. ഹോളിട്ടതിന് ശേഷം നമുക്കത് വോളിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി പെഗ് ബോർഡിൽ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാനുള്ള സാധനങ്ങൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പെൻ ഹോൾഡറാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൊബൈൽ ചാർജറിൻ്റെ ഒരു കേസ് എടുത്തിട്ട് അത് വൈറ്റ് പേപ്പർ ചുറ്റി എടുത്തിട്ട് അതാണ് ഫസ്റ്റ് ഒട്ടിക്കുന്നത്. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് കേട്ടോ ഒട്ടിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വാച്ചൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വയ്ക്കാനായിട്ട് എടുക്കാം. പിന്നെ ചാവിയൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടും ഒരിത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അനുയോജ്യമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം തോന്നണം, അതാണ് മെയിൻ കാര്യം. ഓക്കെ, സ്പെറ്റ്സ് വയ്ക്കാനായിട്ടുള്ളൊരു ഏരിയ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പെഗ് ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അലങ്കോല പണികളും അതുപോലെ കുറച്ച് ക്ലീനിങ് കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിൻട്രസ്റ്റ് വൈബിലുള്ള ടേബിൾ ഓക്കെ ആവും. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പണ്ടുണ്ടായിരുന്നതിലും ഇപ്പോൾ ഈ ടേബിളിൽ വന്നിരിക്കാനും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ആ ഒരു എമൗണ്ട് മാത്രമാണ് ചിലവാകുന്നുള്ളൂ. അല്ലാതെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ഇനി നിങ്ങളാണ് കേട്ടോ പറയേണ്ടത്, പിൻട്രസ്റ്റ് വൈബിൻ്റെ അടുത്ത് എത്തിയോ, അതുപോലെ ഇത് നമുക്ക് 10ൽ എത്ര മാർക്ക് കൊടുക്കാമെന്ന്. നിങ്ങളുടെ സജഷൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്